ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. ഹൈക്കോടതി റദ്ദാക്കി. പ്രതി രാഹുലിന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. രാഹുലിന്റെയും പരാതിക്കാരുടെയും സമാധാന ജീവിതത്തിന് കേസ് തടസ്സമാകരുത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന കേസ് റദ്ദാക്കുമെന്നും ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രേഷ്മ, അപ്പോൾ ആ കേസ് തീർപ്പായിരിക്കുന്നു? വീണ, തീർച്ചയായിട്ടും രാഹുലായിരുന്നു നേരത്തെ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഈ ഹർജി ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് ഈ ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയിരിക്കുന്നത്. രാഹുലിന്റെയും പരാതിക്കാരിയുടെയും സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് ഈ കേസ് യാതൊരു വിധത്തിലും തടസ്സം ഉണ്ടാക്കരുത്, അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് റദ്ദാക്കുന്നു എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ ഈ ഒരു വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയിൽ രാഹുൽ അഫിഡവിറ്റ് സമർപ്പിക്കുകയും പരാതിക്കാരിയും തനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല, ഈ പരാതി അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇരുവരെയും നേരിട്ട് വിളിച്ചു വരുത്തി ഹൈക്കോടതി ചില കാര്യങ്ങൾ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ് ഈ ഒരു വിഷയം, ഈ ഗാർഹിക പീഡന കേസ് റദ്ദാക്കുമെന്നുള്ളത്. അത് ഔദ്യോഗികമായിട്ട് ഉത്തരവായിട്ടാണ് ഹൈക്കോടതി ഇന്ന് ഇറക്കിയത് എന്നുള്ളതാണ് വ്യത്യാസം. എന്തായാലും നേരത്തെ ഈ രാഹുലിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് പരാതിക്കാരി പരാതി പിൻവലിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇത് കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ വാദഗതികളായിരുന്നു രാഹുൽ മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അടക്കം രംഗത്ത് വരികയും ഒപ്പം തന്നെ ഈ സംഭവം രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നുമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിയും വ്യക്തമാക്കിയിരുന്നു. അത് ഔദ്യോഗികമായിട്ട് രേഖാമൂലം ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി നേരിട്ട് ഇരുവരെയും വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയിരിക്കുന്നത്. ശരി രേഷ്മ.